ഭവം ഭവാനീം സഹിതം നമാമി. ഭവം ഭവാനീം സഹിതം നമാമി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭഗവാനോട് അപേക്ഷിക്കുകയായിരുന്നു, ഒരു ഒഴിവ് കഴിവും പറയാതെ തന്നെ എൻ്റെ ഭഗവാനെ നീ എൻ്റെ അടുത്തേക്ക് വന്നു ചേരണം. എന്നിട്ട് ഒരു മെഴുകെന്ന പോലെ, എപ്രകാരമാണ് ഒരു മെഴുക് കത്തിച്ചു വെച്ച് കഴിഞ്ഞ് തീയിൽ അത് സ്വയം ഉരുകി ഇല്ലാതാകുന്നത്, അതുപോലെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സദാ രമിക്കുവാനുള്ള അനുഗ്രഹം എനിക്കുണ്ടാകണം എന്ന പ്രാർത്ഥനയോടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത്. അപ്പൊ അവിടെ വാമദേവ എന്ന് വിളിച്ചിരുന്നു അല്ലെ? ഭഗവാനെ വാമദേവ എന്ന് വിളിച്ചത് ദേവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ദേവനാണ് വാമദേവൻ. അതുപോലെ ജ്ഞാനികളിൽ ഒരാളാണ്, അതായത് വേദ ഋഷികളിൽ ഒരാളാണ് വാമദേവൻ. അതുപോലെ വാമം എന്ന വാക്കിന്റെ അർത്ഥം ഇടത് എന്നാണ് അല്ലെ? ഭർത്താക്കന്മാർ പറയും എൻ്റെ വാമഭാഗമാണ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ പത്നിയാണ്. അപ്പോ ഇവിടെ പാർവതിയുടെ ദേവനായുള്ളവനെ, പാർവതി ഭഗവാന്റെ പത്നിയാണ്. അപ്പൊ വാമദേവൻ പത്നി പാർവതി ദേവിയുടെ പതിയായിട്ടുള്ളവനെ, നീയാണ് എനിക്ക് എന്നെ സർവ്വതും നൽകി പോറ്റുന്നത്. അതുകൊണ്ടാണ് പോറ്റി എന്ന് വിളിച്ചിരിക്കുന്നത്. മുമ്പും നമ്മൾ ഈ വാക്ക് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം തൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഇനി ഭക്തൻ എടുത്തു പറയുകയാണ്. കുറച്ച് കാരണങ്ങളുണ്ട് എനിക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സദാ രമിക്കുവാൻ സാധിക്കാത്തതിൽ ചില കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നത് പറയുന്നതാണ് 56ഉം 57ഉം ശ്ലോകങ്ങൾ. അപ്പൊ അത് രണ്ടും ഒരുമിച്ച് നമുക്ക് നോക്കാം. ആരെങ്കിലും ഒന്ന് ചൊല്ലുക. മലമുകളിലിരുന്ന് വരും പാറമേൽ മുലകുടി മാറിയ മണ്ഡലം അലർസരസായ സായിക മല്ലു പിടിച്ചു നിൻ മലരടിയും ജഗദീശ മറന്നു ഞാൻ. കുലഗിരി പോലെ ഇളകാതെ ഈ കലിമല ഉള്ളിലിരുന്നു മറക്കയാൽ ബലവും എനിക്ക് കുറഞ്ഞു ചമഞ്ഞു നിൻ മലയിൽ നിർമ്മല നിലയെന്നു തരുന്നടിയനെന്നു നീ. കുമാരിയമ്മ എന്തിയെ? ഞാൻ ചൊല്ലാം. മുകളിന്നു വരുന്നൊരു പാറ പോൽ മുലകുടി മാറിയ നാൾ മുതൽ മാനസം മലരടിയും ജഗദീശ മറന്നു ഞാൻ. കുലഗിരി പോലെയുറച്ചിളകാതെ ഈ കലിമലം ഉള്ളിലിരുന്നു മറയാൽ ബലവും എനിക്കു കുറഞ്ഞു ചമഞ്ഞു നിർമ്മല നിലയെന്നു തരുന്നടിയൻ അന്നു നീ. അപ്പോ ഇവിടെ തന്റെ ബുദ്ധിമുട്ടുകൾ എടുത്തു പറയുകയാണ്. എന്താ ബുദ്ധിമുട്ടെന്ന് നോക്കി. ആദ്യം തന്നെ ഭഗവാനോട് കാരണം പറയാണ്, ജഗദീശ മറന്നു ഞാൻ. ജഗദീശൻ, ജഗത്തിന് ഈശനായിരിക്കുന്നവൻ ആണ് ജഗദീശൻ. ജഗദീശ ഞാൻ മറന്നു. എന്താ മറന്നത്? നിൻ മലരടി, ഭഗവാന്റെ പുഷ്പ സമാനമായിട്ടുള്ള പാതാരവിന്ദങ്ങളെ ഞാൻ മറന്നു. എന്തുകൊണ്ടാ മറന്നത് നോക്കി. മലമുകളിന്ന് വരുന്നൊരു പാറ പോൽ മുലകുടി മാറിയ നാൾ മുതൽ മാനസം. അതായത് മുലകുടി മാറിയ സംഭവം, ശൈശവാവസ്ഥ കഴിഞ്ഞപ്പോ തൊട്ട് എൻ്റെ മനസ്സ് ആരുമായിട്ട് മല്ലു പിടിക്കുന്നതിലാണ് ശ്രദ്ധ കൂടുതലും പോയിരിക്കുന്നത്. അലർശരസായക മല്ലു പിടിച്ച്. അലർശര സായകൻ ആരാണ്? അലർശര സായകൻ
കാമദേവൻ. അലർ എന്ന് പറഞ്ഞാൽ പുഷ്പം. സായകം ബാണം. പുഷ്പബാണൻ ആയുധമാക്കിയിരിക്കുന്നവനോട് മല്ല് പിടിച്ചിട്ട് എൻ്റെ സമയമെല്ലാം അതില് വൃദ്ധമായിട്ട് പോയി ഭഗവാനെ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എനിക്ക് ഭഗവാനെ ഓർക്കുവാൻ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ തൻ്റെ മനസ്സർപ്പിക്കുവാനുള്ള സമയം കിട്ടിയില്ല. ഇനി ആ മനസ്സിന്റെ അവസ്ഥയാണ് പറയുന്നത് ഒരു ഉപമയിലൂടെ. മലമുകളിൽ നിന്ന് വരുന്ന പാറ പോലെ. മലമുകളിൽ നിന്ന് വരുന്ന പാറ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പയ്യെ ബ്രേക്ക് എടുത്താണോ വരുന്നത്? ഒരു സെക്കൻഡ് നിന്ന് പിന്നെ ഒരു സെക്കൻഡ് നിന്ന്, അങ്ങനല്ല. അത് അവിടുന്ന് ഉരുണ്ടു തുടങ്ങിയ താഴെ എത്തുന്ന സ്പീഡ് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല പാറ, അല്ലെ? എന്ന് പറയുന്ന പോലെ ഈ വിഷയങ്ങളിലെല്ലാം എൻ്റെ മനസ്സ് ബദ്ധമായിട്ടിരുന്ന് എവിടെ ഞാൻ ഭഗവാന്റെ ആ ഒരു പൂജനത്തിലും സേവനത്തിലും ധ്യാനത്തിലും ഒന്നും കഴിയാതെ ഏറ്റവും താഴ്ന്ന തരത്തിലേക്ക് ഞാൻ താഴ്ത്തപ്പെട്ടു ഭഗവാനെ. ശ്രദ്ധിക്കുക, വിഷയ ആസക്തി, വിഷയങ്ങളോടുള്ള താല്പര്യം നമ്മുടെ മനസ്സിനെ നീചമായിട്ടുള്ള ചിന്താഗതികളിലേക്ക് നയിക്കും. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലെ? ഒരു ചെറിയ കാര്യമായിരിക്കും നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്, അവിടുന്ന് പല പല ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സ് പോകും. അങ്ങനെ പോകുമ്പോ കൂടുതലും നമ്മൾ ആ ചിന്തകളെ കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ എവിടെയാണ് ഭഗവാനെ പറ്റി ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നത്? സാധാരണ ജീവിതം എടുത്തു കഴിഞ്ഞാല് 10 രൂപ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവൻ 10 രൂപ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ എന്ത് വിചാരിക്കും? 10 പോരാ, 100 വേണം, അല്ലേ? 100 കിട്ടുമ്പോഴോ 1000 വേണം, 1000 കിട്ടുമ്പോഴോ 10000 വേണം. ഇങ്ങനെ ഇത് തന്നെയാണ് മൊത്തം ജീവിതവും ചിന്തിച്ച് കൂട്ടുന്നത്. അപ്പൊ ഇനി പൈസ സമ്പാദിച്ചു കഴിയുമ്പോൾ എന്ത് വേണം? വീട് വേണം. വീട് വേണമെങ്കിൽ പിന്നെ അടുത്തെന്ത് വേണം? വീട്ടില് സാധനങ്ങൾ വേണം. ഇതെല്ലാം ഓരോന്ന് സ്വരുക്കൂട്ടി വെച്ചിട്ട് അതിന്റെ നടുക്കിരുന്ന് സന്തോഷിക്കും എന്ന വിചാരത്തിൽ ഇരുന്നു കൊണ്ട് നാം ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. അപ്പോ ഒരു നിമിഷം ഇരുന്ന് പ്രാർത്ഥിക്കാനോ അല്ലെ ദിവസേന ഭഗവാനെ പറ്റി ചിന്തിക്കുവാനോ ഉള്ള ഒരു സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. ഇന്ന് നാമം ചൊല്ലുന്നവർ തന്നെ വളരെ കുറവാണ്, ശരിയല്ലേ? 6:30 വിളക്ക് കത്തിച്ച് ഒരു അരമണിക്കൂർ ഇരുന്ന് നാമം ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള ക്ഷമ പോലും ഇന്ന് നമുക്കില്ല. കാരണം നമ്മുടെ ചിന്താഗതികളൊക്കെ ഏത് തരത്തിലേക്ക്, എന്തിലേക്കാണ് വഴുതി വീണതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. കാരണം ചിന്തകൾ എന്നതാണ് നമ്മുടെ ഏറ്റവും ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. കാരണം ശങ്കരാചാര്യര് പറയുന്നുണ്ട്, എന്തുവാ പറയുന്നത്? ബാലസ്ഥാവക ക്രീഡാസക്ത, തരുണസ്ഥാവക തരുണീസക്ത, വൃത്തസ്ഥാവക ചിന്താമഗ്ന, പരമേ ബ്രഹ്മണി കോപിനസക്ത. ബാലസ്ഥാവക ക്രീഡാസക്തക. ബാലനായിരുന്നപ്പോ എന്തിലായിരുന്നു എൻ്റെ ചിന്ത? കളിയിലായിരുന്നു. ഏത് കളിപ്പാട്ടം വാങ്ങിക്കാം, ഏത് തരം കളികൾ കളിക്കാം എന്നൊക്കെയുള്ള ആനന്ദകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ മനസ്സിന് നൈമിഷികമായിട്ട് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്കായിരുന്നു സദാ നമ്മുടെ ചിന്തകൾ. തരുണസ്ഥാവക അത് അതിലും വലിയ ഡേഞ്ചറാണ്. കൗമാരമായപ്പോ എന്തിലാണ് ശ്രദ്ധ കൂടുതൽ ചെലുത്താൻ നമ്മൾ ഇതായത്? തരുണി, ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള, എതിർ ലിംഗത്തിനോടുള്ള ആവേശം, ആഗ്രഹം, കാമവാസന, അതിലായിരുന്നു നമ്മുടെ ചിന്തകൾ. ഇനി വൃത്തസ്ഥാവം, വയസ്സായി കഴിഞ്ഞാലോ? വയസ്സായി കഴിഞ്ഞാല് ഞാൻ അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു, അത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ രീതിയിൽ എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരില്ലായിരുന്നു. ചിന്താമഗ്ന, കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ചിന്തിച്ചു തീർക്കുകയാണ്, അല്ലെ? അങ്ങനെ ഈ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ചെല്ലാൻ ശ്രമിക്കുമ്പോൾ ആചാര്യൻ ചോദിക്കുന്നത്, പരമേ ബ്രഹ്മണി കോപിന സക്ത, ആരും തന്നെ ഇല്ലല്ലോ തൻ്റെ സത്വത്തെ, തൻ്റെ ഈശ്വരനെ പറ്റി ചിന്തിക്കാനും ഈശ്വരനെ പറ്റി അറിയുവാനും ആരുമില്ലല്ലോ എന്ന് ആര് ചോദിക്കുന്നു? ആചാര്യൻ ചോദിക്കാൻ. ഇതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? ചിന്തിച്ചു നോക്കുക. ഒരു കാര്യങ്ങളുടെ, അതായത് ഭൂമിയിലുള്ള
വിഷയങ്ങളിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ചെറിയ ഒരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെട്ട് കഴിയുമ്പോൾ അവിടെ നിന്നും വലിയ 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 ബന്ധനങ്ങളിലേക്കാണ് നമ്മൾ അകപ്പെടുന്നതെന്ന് നാം മനസ്സിലാക്കുന്നില്ല, അല്ലെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഏതായാലും ഇവിടെ നമുക്കൊരു തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ മനസ്സ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അകപ്പെടുമ്പോൾ, പെട്ടുപോകുമ്പോൾ ഒരു 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 ഓർമ്മപ്പെടുത്തൽ നമുക്കുണ്ടാവണം. ഇതല്ല നമുക്ക് ആവശ്യം. നമ്മുടെ ഈശ്വരന്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സമാധാനമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം ഭൂമിയിലുള്ള ഒന്നിനെയും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഒന്നിനും നിത്യമായ ഒരു സന്തോഷം, നിത്യമായ ഒരു സമാധാനം നമുക്ക് തരാൻ കഴിയില്ല. ഇത് വരുന്നത് കൂടെ, ഇതിന്റെ കൂടെ എന്തെല്ലാം വരും? വേദന വരും. ഇത് നഷ്ടപ്പെടുമോ എന്ന ഭയം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന് നിത്യമായ ഒന്ന് തരാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഏതെങ്കിലും ഒരു കാമനകളിൽ ഏർപ്പെടുവാൻ അല്ലെങ്കിൽ നമുക്ക് അതിയായ ആസക്തി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു തുടർച്ച അവസ്ഥയാണ്. ഇനി കാമനകൾ ഉണ്ടാകുമ്പോൾ ഒരു വികാരം മാത്രമല്ല അവിടെ ഉദിക്കുന്നത്. കാരണം ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട്, ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായതേ സംഘാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതിവിംശക സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതേ. ഭഗവത്ഗീതയില് 2ാമത്തെ ചാപ്റ്ററിൽ 60-61 ശ്ലോകങ്ങളിൽ പറയുന്നത് ഒരു മനുഷ്യന്റെ വീഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യ മനസ്സിന്റെ കാമനകളെ കുറിച്ചാണ്. അതായത് വിഷയങ്ങളെ കുറിച്ചുള്ള അമിതമായിട്ടുള്ള ചിന്തനകളിൽ കൂടെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ കാമന ഉണ്ടാകുന്നു. ആ കാമനകളാണ് പിന്നീട് ക്രോധമായിട്ട് മാറുന്നത്. എപ്പോ നമുക്കത് നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോഴോ അല്ലെങ്കിൽ നമുക്കത് ലഭിക്കാതെ വരുമ്പോഴോ, അല്ലേ? ക്രോധം വന്നു കഴിയുമ്പോ പിന്നെന്തായി? മോഹമായി. അത് അവർക്ക് ചുറ്റുമുള്ളതൊന്നും മനസ്സിലാക്കാനോ ഒരു തിരിച്ചറിവും ഉണ്ടാകാൻ കഴിയുന്നില്ല. അതിലൂടെ ബുദ്ധി നശിക്കുകയാണ്. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം എന്താ? ഒരു വകതിരിവില്ലാത്ത രീതിയിലുള്ള ജീവിതമായിരിക്കും നമ്മൾ നടത്തുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുക, ഏതിലാണ് നമുക്ക് കൂടുതൽ ആസക്തി ഉള്ളത്, അത് മിനിമൈസ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ മിനിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ? മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു കാര്യം നെഗേറ്റ് ചെയ്യാൻ, മുഴുവനായിട്ട് കളയാൻ കഴിയില്ല. അതിലേക്ക് നല്ല കാര്യത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്, ഇവിടെ നമുക്ക് കാമനകളെ അകറ്റാൻ എങ്ങനെ സാധിക്കുകയുള്ളൂ? ഈശ്വര വിചാരത്തിലൂടെ സാധിക്കുകയുള്ളൂ, അല്ലേ? ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുക, ഈശ്വരന്റെ നാമം ജപിക്കുക, ഈശ്വര സേവ ചെയ്യുക, പൂജ ചെയ്യുക, അല്ലെങ്കിൽ നന്മയുള്ള പ്രവർത്തികൾ ചെയ്യുക. ഇതിലൂടെ ആ വിഷയങ്ങളോടുള്ള ആസക്തി നമുക്ക് ഇല്ലാതാകുകയും, കാരണം മനസ്സിന് എപ്പോഴും ഒരു ആലംബനം ആവശ്യമാണ്, അതിനെപ്പോഴും ആശ്രയിക്കാൻ ഒരു താങ് ആവശ്യമാണ്. അപ്പോ ഈ ഈശ്വര ചിന്തയില്ലാത്തവരുടെ മനസ്സിന്റെ താങ് എന്താണ്? അവര് ആഗ്രഹിക്കുന്ന വസ്തുക്കളാണ്. അപ്പൊ ആ വസ്തുക്കളിന്റെ ഭാഗത്ത് നമ്മൾ എന്ത് കൊണ്ടുവരണം? ഭഗവാന്റെ മലരടികൾ കൊണ്ടുവരണം. ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ എന്ന് വെച്ചാൽ ഭഗവാന്റെ സ്മരണ കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് നിർമ്മലമാകാൻ കഴിയുള്ളൂ. അത് വരുന്നുണ്ട്, നമ്മൾക്കിനി ചിന്തിക്കേണ്ടത്. ഇനി നോക്കിയേ, അടുത്ത ശ്ലോകത്തിൽ ഇനി ഒരു വാക്ക് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ജഗദീശ എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെ? ജഗത് ഈശൻ. ജഗത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ലോകം, അല്ലെ? അപ്പൊ ജഗത് എന്ന് പറഞ്ഞാൽ ജായതേ ഗച്ഛതി തിഷ്ഠതി ഇവ. ജായതേ ഉണ്ടായത്, ഗച്ഛതി നശിക്കുന്നത്, തിഷ്ഠതി ഇവ. തിഷ്ഠതി ഇവ എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നു. ഇവ എന്ന വാക്ക് സംസ്കൃതത്തിൽ ഉപയോഗിക്കുമ്പോൾ പോലെ, ഉള്ളതുപോലെ. ജായതേ ഗച്ഛതി തിഷ്ഠതി ഇവ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു, നശിക്കുന്നു, അതുപോലെ നിലനിൽക്കുന്നു എന്ന പോലെ തോന്നുന്ന ഒന്നിനെയാണ് ജഗത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ ജഗത്തിനെ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവുണ്ട്, അതാണ് ഈശ്വരൻ. ഈശ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ. ഈശതി ഇതി ഈശ്വര. അപ്പൊ ഈശ്വരൻ ആരാണ് ഇവിടെ? ജഗതീശ്വരൻ ഭഗവാൻ ശിവനാണ്.
അപ്പൊ ഭഗവാനാണ് നേരം വെളുക്കണത്, അതുപോലെ തന്നെ മഴ പെയ്യ്ക്കുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതിനെയും നിയന്ത്രിച്ച് അതിൻ്റെതായ രീതിയിൽ അതിനെ നടത്തിക്കൊണ്ട് പോകുന്നത് ആരാണ്? ശിവഭഗവാനാണ്. അപ്പൊ ആ ഭഗവാനോട് പറയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാതാരവിന്ദങ്ങളുടെ സ്മരണ ഞാൻ മറന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ഉള്ളിലുള്ള ഈ വിഷയാസക്തി കാരണമാണ്. ആ വിഷയാസക്തി കാരണം എനിക്ക് നിന്നെപ്പറ്റി ചിന്തിക്കുവാനോ നിന്റെ സേവനം നടത്തുവാനോ സാധിച്ചില്ല. എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലെ ചിന്തകൾ ഉണരുന്നത് തൊട്ട് മുലകുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവര് എന്താ പറയുന്നത്, പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു വസ്തുവിനോടുള്ള ആഗ്രഹങ്ങളോ കാമനകളോ അവർക്കുണ്ടാവില്ല. പക്ഷെ ആ അവസ്ഥ മാറിക്കഴിയുന്നിടം തൊട്ട് എനിക്ക് ഇന്നത് വേണം, എനിക്കിത് വാങ്ങിച്ചു തരണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങള് അന്ന് തൊട്ട് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുകയാണ്. മരിക്കുവോളവും ഈ ആഗ്രഹങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പൊ എന്താണ് നാം ആഗ്രഹിക്കുന്നതെന്നും എന്തിലേക്കാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നയിക്കപ്പെടുന്നതെന്നുമുള്ള ഒരു അവബോധം നമുക്കുണ്ടാവണം ഇതിൽ നിന്നും. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കി. അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായത് കൊണ്ട് എന്തുണ്ടായി? കുലഗിരി പോലെ ഉറച്ച് ഇളകാതെ ഈ കലിമലമുള്ളിലിരുന്നു മറയ്ക്കയാൽ ബലവും എനിക്ക് കുറഞ്ഞു ചമഞ്ഞു നിർമ്മല നില എന്ന് തരുന്നതടിയന്നു നീ. എന്താണ് ചോദിക്കുന്നത്? കുലഗിരി. ഗിരി എന്ന് പറഞ്ഞാൽ എന്താ? പർവ്വതം. കുലഗിരി. കുലഗിരി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ആ ഒരു സ്ഥിരതയാണ് കുലഗിരി. കുലം നമ്മൾ പറയാറുണ്ടല്ലോ, ലീനിയേജ് 1, അത് കഴിഞ്ഞ് 2, അങ്ങനെ ആ ലീനിയേജിനെയാണല്ലോ പറയുന്നത്. അപ്പൊ അതുപോലെ ഉറച്ചിളകാതെ ഇരിക്കുന്ന കലിമലമുണ്ട്. എന്താ ഈ കലിമലം? കലി നമുക്കറിയാം, കലികാലം അല്ലെ? അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ദോഷവത്താകുന്ന രീതിയിൽ, നമുക്കും ദോഷവത്താകുന്ന രീതിയിൽ ഉണ്ടാകുന്ന ചിലത്, അതിനെയാണ് കലി എന്ന് വിളിക്കുന്നത് അല്ലെ? കലികാലം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അവിടെ എന്തോ സുഖകരമല്ലാത്ത ഒന്ന് നിലനിൽക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കലി എന്ന് വിളിക്കുന്നത്. അപ്പൊ കലിമലം എന്ന് പറയാം. എന്താണ് ഈ മലങ്ങള്? അതാണ് ഷഡ്വൈരികൾ. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം എന്നിങ്ങനെ തുടങ്ങിയ ഷഡ്വൈരികൾ ഉണ്ടല്ലോ. ആ ഷഡ്വൈരികൾ എന്നെ കയറി പിടിച്ചിരിക്കുകയാണ്. എന്നെ നീരാളി എങ്ങനെയാണോ എൻ്റെ ഇരയെ പിടിക്കുന്നത് അല്ലെ, 6 കാലുകൾ കൊണ്ട് അത് എന്ത് ചെയ്തിരിക്കുന്നു? എന്നെ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ 6 വികാരങ്ങൾ. അപ്പൊ ഈ 6 വികാരങ്ങൾ കാരണം എന്ത് പറ്റുന്നില്ല? എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ? അത് മറച്ചിരിക്കുകയാണ്. ഭഗവാന്റെ വിചാരങ്ങള് എന്നിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഈ ഭഗവാന്റെ തിരുവടികൾ കാണാൻ ഞാൻ ശ്രമിക്കുമ്പോ എന്ത് സംഭവിക്കുന്നു? ഈ വികാരങ്ങൾ എന്നെ വീണ്ടും വീണ്ടും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇല്ല ടീച്ചറെ, എനിക്ക് കാമചിന്തകളോ ക്രോധചിന്തകളോ ഒന്നുമില്ല. അപ്പൊ എന്തുണ്ട്? മറ്റ് മോഹം, മതം, മത്സരം ഉണ്ട്. എന്തെങ്കിലും തരത്തിൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആരോടും ദേഷ്യപ്പെടാറില്ല. ഓക്കെ. പക്ഷെ വേറെ എന്തുണ്ട്? അഹങ്കാരമുണ്ട്, ഞാനെന്ന ഭാവമുണ്ട്. അങ്ങനെ ഓരോന്നും ഇത് എന്നെ ഇങ്ങനെ മാറി 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 പിടിച്ചിരിക്കുകയാണ്. കുലഗിരി പോലെ ഉറച്ചിളകാതെ. അതത്ര ബുദ്ധിമുട്ടാണ് അതിൽ നിന്നും പുറത്തു വരാൻ എന്നത് കാണിക്കാനാണ് ഉറച്ചിളകാതെ എന്ന് ഗുരുദേവൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഉറച്ചിളകാതെ പർവ്വതം പോലെ സ്ഥിരമായിരിക്കുകയാണ്, ഉറച്ചിരിക്കുകയാണ്. അത് എടുത്തു കളയാൻ ഞാൻ ശ്രമിക്കുന്നതെന്തോ എനിക്ക് എന്ത് സംഭവിച്ചു? ബലവും എനിക്ക് കുറഞ്ഞു. എൻ്റെ ബലം കുറഞ്ഞു. ബലം കുറഞ്ഞു എന്ന് പറഞ്ഞാല് എൻ്റെ കോൺഫിഡൻസ് നശിച്ചു. ഇതൊക്കെ താണ്ടി ഞാൻ ഈശ്വരനെ വരും. ശരിയല്ലേ? നമ്മള് ധ്യാനമൊക്കെ ചെയ്യാൻ ഇരുന്ന് കഴിയുമ്പോൾ ആദ്യത്തെ 10 ദിവസം ഭയങ്കര ആവേശമായിരിക്കും. പിന്നീട് എന്ത് സംഭവിക്കും? 10 ദിവസം കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് പറയും, എന്തിനു എഴുന്നേറ്റിട്ട് എന്നാ കാര്യം, എല്ലാരും ഉറങ്ങുന്നു, ഞാനും ഉറങ്ങാലോ, നമുക്കും ഉറങ്ങാം, അല്ലെങ്കിൽ കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേക്കാം എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ടുവന്നിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ആ ഒരു കോൺഫിഡൻസിനെ തകർക്കുകയാണ്.
കാരണം നമ്മുടെ മനസ്സ് എന്തിലാണ് ആസക്തമായിരിക്കുന്നത്? വിഷയങ്ങളിലാണ് ആസക്തമായിരിക്കുന്നത്. അതുകൊണ്ട് അതുമായിട്ട് മല്ല് പിടിച്ചിട്ട് എന്തു പറ്റി? എനിക്ക് ബലം കുറഞ്ഞു ചമഞ്ഞു. ഒട്ടും തന്നെ എനിക്കിനി അതിനെ എതിർക്കാൻ കഴിയുന്നില്ല ഭഗവാനെ. അതുകൊണ്ട് നിന്റെ അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്. എങ്ങനെ? നിർമ്മല നിലയെന്ന്. നിർമ്മലം, മലം നമ്മൾ മുമ്പ് പറഞ്ഞു, ആ ആ ഒരു അഴുക്ക്. ആ അഴുക്ക് കാരണം എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് തരണം? നിർമ്മലമായ ഒരു മനസ്സ് തരണം. നിർമ്മലം, അഴുക്കില്ലാത്തത്, ശുദ്ധമായിരിക്കുന്നത്. അത് എന്നാണ് എനിക്ക് തരുന്നത് നീ? അപ്പൊ ഈ ഒരു സാധകന്റെ പ്രാർത്ഥനയാണ് എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. കാരണം ശിവശതകം എന്ന കൃതി വൈരാഗ്യം ജനിപ്പിക്കാനുള്ളതാണ്. സാധനയുടെ പാതയിൽ പോകുമ്പോൾ തന്നെ എതിർത്ത് വരുന്ന ചിന്താഗതികളെയും തൻ്റെ തൻ്റെ ആ ഒരു ലോ ലെവലായിട്ടുള്ള കാര്യങ്ങൾ, തൻ്റെ ബലഹീനതകളെയെല്ലാം അതിജീവിച്ചിട്ട് മുന്നേറുവാനായിട്ടുള്ള ഒരു പ്രേരണയാണ് ശിവശതകം എന്ന കൃതി നമുക്ക് നൽകുന്നത്. അപ്പൊ ഇവിടെ സാധകൻ പ്രാർത്ഥിക്കുന്നത് എന്താണ്? എൻ്റെ മനസ്സും എൻ്റെ ചിന്താഗതികളും എൻ്റെ ബുദ്ധിയും എല്ലാം പ്രവർത്തിക്കുന്നത് ശരിയായ തരത്തിലല്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് ഭഗവാന്. അപ്പൊ അത് ശരിയായിട്ടുണ്ടാകണമെങ്കിൽ എനിക്ക് എൻ്റെ ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാന്റെ സാമീപ്യവും ഉണ്ടാവണമെന്ന്, അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് കൃത്യമായിട്ടുള്ള ബോധമുള്ള ഒരു സാധകനാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഭഗവാനോട് ചോദിക്കുകയാണ്, എന്നാണ് എനിക്ക് ശുദ്ധമായിട്ടുള്ള ഒരു മനസ്സുകൊണ്ട് നിന്റെ ചിന്തകളെ രമിക്കുവാൻ സാധിക്കും? സത്വബുദ്ധി എന്നാണ് എനിക്കുണ്ടാകുന്നത്? കാരണം വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഏതു തരത്തിലുള്ള ബുദ്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്? താമസവും രജസ്സുമായിട്ടുള്ള ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലേ? അത് നേടിയെടുക്കണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ രാജസികമായിട്ടുള്ള ഗുണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മടി, അലസത, അങ്ങനെയുള്ള ചിന്തകൾ വന്നു കഴിയുമ്പോൾ താമസികമായിട്ടുള്ള ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഇതിൽ നിന്നും ഉണരുവാൻ, ഇതിൽ നിന്നും ശുദ്ധചിന്തകളിലേക്ക് കടന്നു വരുവാൻ, സത്വബുദ്ധിയിലേക്ക് ഉണരുവാൻ ആ ഒരു അനുഗ്രഹം എന്നാണ് എനിക്ക് ലഭിക്കുക എന്ന ചോദ്യമാണ് ഇവിടെ സാധകൻ ഭഗവാനോട് ചോദിക്കുന്നത്. നമ്മളും നമ്മുടെ സാധനയിൽ ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ടോ? ചിന്തിക്കുക. അപ്പോ ഭഗവാനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, കാരണം എന്താണെന്നറിയാമോ? ഉപനിഷത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, വിഷയാസക്തിയിൽ പെട്ടുപോകുന്നവര് അവര് ശരിക്കും ചെയ്യുന്നത് ആത്മഹത്യയാണ്. അയ്യോ, രാവിലെ വലിയ വലിയ വാക്ക് പറയുന്നു. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ തിരിച്ചറിയാതെ അനിത്യ വസ്തുക്കളിൽ നിത്യത്വം കണ്ടെത്തുന്നതിനെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ആയുർനാം അസൂര്യാനാമതേ ലോകാഹ അന്തേന തമസാവൃത താം പ്രേത്യാഭി ഗച്ഛന്തി ഏകേചേ ആത്മകനോ ജനാഹ. ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്ന അങ്ങനെ വിഷയാസക്തിയിൽ പെട്ടുപോകുന്നവൻ എന്തിനാണ് ഈ വിഷയങ്ങളെ ആശ്രയിക്കുന്നത്? അതൊന്നും ആദ്യം സുഖത്തിന് വേണ്ടിയാണ്, സന്തോഷമായിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? സുഖസ്വരൂപമാണ്. യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് വസ്തുക്കളിലും വ്യക്തികളിലും പരിസരങ്ങളിലും ഒക്കെ നമ്മൾ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഉപനിഷത്ത് ആ അവസ്ഥയെ, വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നതിനെ എന്ത് വിളിച്ചത്? ആത്മഹത്യ എന്ന് വിളിച്ചത്. സ്വന്തം സ്വരൂപത്തെ തിരിച്ചറിയാതെ മറ്റുള്ളതിൽ ശ്രദ്ധ ചെലുത്തുന്നത് കൊണ്ട്, അല്ലേ? സാധാരണമായിട്ടുള്ള ജീവിതത്തിൽ കൂടെ ശ്രദ്ധിച്ചു നോക്കുക. ഒരു മനുഷ്യനെ നമ്മൾ അതിയായിട്ട് സ്നേഹിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ആ മനുഷ്യനെ നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അയാൾക്ക് അതിയായ വേദനയുണ്ടാവും, അല്ലെ? എന്ന് പറയുന്നത് പോലെ ആത്മാവെന്ന ഒന്നിനെ സദാ
ഊണിലും ഉറക്കത്തിലും എല്ലാം എപ്പോഴും ഇരിക്കുന്ന നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയാതെ അനിത്യ വസ്തുക്കളുടെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് മലങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്നത്. എന്താ മലങ്ങള്? കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ. ഇവയെല്ലാം കാരണം എന്താണ്? നമ്മുടെ ആത്മാവ് മറയപ്പെട്ടിരിക്കുകയാണ്. ആവരണം എന്ന അവസ്ഥ വന്നിരിക്കുക. ഇതൊക്കെ ആത്മോപദേശ ശതകം പഠിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. മായയ്ക്ക് രണ്ട് ശക്തിയുണ്ട്. എന്താ മായയുടെ രണ്ട് ശക്തി? ആവരണവും വിക്ഷേപവും. അപ്പൊ ഈ മലങ്ങളെല്ലാം കയറി പിടിച്ചിരിക്കുന്നത് കൊണ്ട്, ഈ അഴുക്കെല്ലാം ഇരിക്കുന്നത് കൊണ്ട് ആ കണ്ണാടി മറയപ്പെട്ടിരിക്കുകയാണ്. അഴുക്കാണ് അതിൽ. എന്നിട്ട് എന്താണ്? വേറെ എന്തോ അനിത്യമായിട്ടുള്ളത് നിത്യമാണ് എന്ന് പ്രൊജക്റ്റ് ചെയ്യുകയാണ്, വിക്ഷേപിക്കുകയാണ് നമ്മളിൽ. നീ ഇതിൽ പോയി സുഖം കണ്ടെത്തുക, നീ ഇത് നേടിയെടുക്കുക എന്നൊക്കെ പ്രൊജക്റ്റ് ചെയ്യുകയാണ് നമ്മളിലേക്ക്. അങ്ങനെ വിക്ഷേപിക്കുന്നതുകൊണ്ട് ഒരായുസ് മുഴുവൻ നമ്മൾ വിഷയങ്ങളുടെ പിന്നാലെ പാഞ്ഞു പൊക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? മനസ്സിന്റെ ദൃഢത്വം വീണ്ടെടുക്കുക. എങ്ങനെ? സത്വബുദ്ധിയിലൂടെ, സത്വഭാവനയിലൂടെ, ഈശ്വര ഭാവനയിലൂടെ, ഈശ്വര വിചാരത്തിലൂടെ, ഈശ്വര പൂജയിലൂടെ, ഈശ്വര സേവനത്തിലൂടെ. ഈശ്വരനെ സേവിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം അപ്പൊ ഇവിടെ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അമ്പലത്തിൽ പോയി പൂജയും കർപ്പൂരവും ഒക്കെ കത്തിക്കുന്നത് ഈശ്വരന് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയാണോ? നമുക്ക് വേണ്ടി. ഈശ്വരന് നമ്മുടെ കർപ്പൂരവും നമ്മുടെ പുഷ്പങ്ങളും ഒക്കെ കിട്ടിയിട്ട് ആണോ ഈശ്വരൻ സന്തോഷമായിട്ടിരിക്കുന്നത്? അല്ല. നമ്മുടെ ഉള്ളില് സത്വബുദ്ധി ഉണ്ടാകാനും സത്വചിന്തകൾ ഉണ്ടാകാനും സദ്ബുദ്ധിയും ഉണ്ടാകാനും ഒക്കെയാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും നാമം ജപിക്കുന്നതും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ആ നിർമ്മല നില കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ഈശ്വര ചിന്ത ഉണ്ടാകണം. ഈശ്വര ചിന്ത ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് തരുന്ന എന്നാണ് അടിയന് തരുന്ന അടിയന് എന്ന് ചോദിക്കുന്നത്. എന്നാണ് അനുഗ്രഹം എനിക്ക് ഉണ്ടാകുന്നത്? ഈ മലങ്ങളെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോയി നിന്റെ അവസ്ഥയില്, നിന്റെ ആ ഒരു പാതാര വിന്ദങ്ങളിൽ നിലനിൽക്കുവാനായിട്ട് എന്നാണ് സാധിക്കുന്നത്? ഇത് തൻ്റെ അവസ്ഥ പറയുകയാണല്ലോ ആ സാധകൻ. ഇനി അടുത്ത ശ്ലോകത്തിലൂടെ ഭഗവാനോട് സമ്മതിക്കുകയാണ്, ഭഗവാനെ നീ എന്താണോ ഇച്ഛിക്കുന്നത്, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ് എന്ന് പറയുന്നതാണ് അടുത്ത ശ്ലോകത്തിലൂടെ. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന് ശൈവ സിദ്ധാന്തത്തില് ഇവിടെ പറയുന്ന ഈ കലിമലം എന്താണെന്ന് ചോദിച്ചാൽ ആണവ, കർമ്മ, അതുപോലെ തന്നെ മായ, ഈ മൂന്നെണ്ണത്തിനെയും താണ്ടി വേണം ശൈവ അല്ലെങ്കിൽ ഈശ്വര ഭാവനയിലേക്കുള്ള. ആണവം എന്ന് പറഞ്ഞ മുമ്പ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ആണവം? അഹങ്കാരം, ഞാനെന്ന ഭാവം, അതിനെയാണ് ആണവം എന്ന് പറയുന്നത്. കർമ്മം നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കർമ്മം അല്ലെ? അപ്പൊ കർമ്മത്തിനെയും വേദങ്ങളിൽ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. നിത്യമുണ്ട്, നൈമിത്യമുണ്ട്, അതുപോലെ തന്നെ കാമ്യ കർമ്മമുണ്ട്, നിഷിത്യ കർമ്മമുണ്ട്, പ്രായച്ചിത്ത കർമ്മമുണ്ട്. അങ്ങനെ അനേകം കർമ്മത്തെ അനേകമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതും എന്തിനു വേണ്ടിയാകണം, ഏത് ഭാവത്തിലായിരിക്കണം എന്നൊക്കെ വേദം ഉപദേശിച്ചു തന്നിട്ടുണ്ട്. അടുത്ത എന്താണെന്ന് നോക്കിയേ? മായ നമുക്കറിയാം. മായ ഈശ്വരന്റെ സൃഷ്ടിക്ക് വേണ്ടി ഈശ്വരന്റെ സഹായിയായിട്ട് നിൽക്കുന്ന ശക്തിയാണ് മായാശക്തി. അപ്പൊ ഈ മായയുടെ ആവരണത്തെ പൊട്ടിച്ചെറിഞ്ഞ് കർമ്മങ്ങളിൽ നിന്നും വ്യതിചലിച്ച് കർമ്മങ്ങൾ അല്ലെങ്കിൽ കർമ്മവിരാമം നടത്തി ഞാനെന്ന ഭാവം ഇല്ലാതാകുമ്പോൾ മാത്രമേ ഈശ്വര ഭാവനയിലേക്ക് നമുക്ക് ഉണരുവാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കർമ്മം എങ്ങനെയാണ് നമ്മൾ വിരാമം അല്ലെങ്കിൽ കർമ്മത്തിൽ നിന്നും വിരാമം ഉണ്ടാകുന്നത്? നമുക്ക് ഫലം ഇച്ഛിക്കാതെ പ്രവർത്തിക്കുവാനുള്ള കെൽപ്പ് നാം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. കാരണം നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന വിചാരത്തിലൂടെയാണ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന അമ്മ പോലും ആഗ്രഹിക്കുന്നത് എന്താണ്? ആ വ്യക്തി
എന്നെ പ്രായമാവുമ്പോൾ, എൻ്റെ ശരീരത്തിന് ക്ഷയം സംഭവിക്കുമ്പോൾ എന്നെ നോക്കും എന്ന് കരുതിക്കൊണ്ടാണ്, അല്ലേ? അപ്പൊ ഓരോ കർമ്മങ്ങളും നാം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ നമ്മൾ ഒരു അജണ്ട തയ്യാറാക്കിക്കൊണ്ടാണ് ആ കർമ്മം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വേദം ഉപദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലെ ഫലത്തെ ഇച്ഛിക്കാതെ വേണം കർമ്മം ചെയ്യുക. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചൻ, അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നത്? എന്ത് റിസൾട്ട് വന്നാലും അതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. അല്ലെങ്കിൽ എന്താ, ആ അജണ്ട നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചതനുസരിച്ച് നടക്കണം എന്ന് വിചാരിച്ച് ആ തരത്തിലേക്ക് പ്രവർത്തിക്കാൻ നമ്മൾ പ്രേരിതമായിട്ട് ആ ഫലം വന്നു കഴിയുമ്പോൾ വിഷമമായിരിക്കും അതിന്റെ ഫലമായിട്ട് മാറുന്നത്. കാരണം ഞാൻ വിചാരിച്ച പോലെ ആ ഫലം ഉണ്ടായില്ല, അല്ലെ? അപ്പൊ ഫലയിച്ച ഇല്ലാതെ പ്രവർത്തിക്കുമ്പോ എന്താണ്? അത് തോൽവിയാണോ സംഭവിച്ചത്, സാരമില്ല, അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചു ചെയ്യും. ഇങ്ങനെയുള്ള ഒരു മനസ്സിലേക്ക് മാറുവാൻ നമുക്ക് സാധിക്കും. അതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അതായത് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുവാൻ നിയുക്തയായിട്ടുള്ള വ്യക്തിയാണ്, നിയുക്തനായിട്ടുള്ള വ്യക്തിയാണ്, എന്നിലേക്ക് വന്നു ചേർന്നതാണ്, ഞാൻ വെറും ഉപകരണം മാത്രമാണ് എന്ന ബോധം ഉണ്ടാകുന്നതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഇതിലൂടെ എന്തില്ലാതാകും? ഞാൻ കർത്താവാണെന്നും ഞാൻ ഭോക്താവാണെന്നുമുള്ള തോന്നൽ ഉണ്ടാവില്ല. ഞാനാണിത് ചെയ്തത്, ഞാൻ വേണം ഇത് അനുഭവിക്കുവാൻ എന്നൊക്കെയുള്ള തോന്നല് അവിടെ ഇല്ലാതാവും. ഇതിനെയാണ് സത്വബുദ്ധി എന്ന് പറയുന്നത്. ആ അവസ്ഥയാണ് നിർമ്മലം എന്ന് പറയുന്നത്, നിർമ്മലമായിട്ടുള്ള മനസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഞാന് ഉണരണം. അപ്പൊ ഭഗവാനെ, ഏതാണോ നീ ഇച്ഛിക്കുന്നത് അതെന്നിലേക്ക് വന്നു ചേരട്ടെ എന്ന ഒരു അപേക്ഷയാണ് അടുത്ത ശ്ലോകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ആരെങ്കിലും ഒന്ന് ചൊല്ലുക. മഞ്ഞിടിയുന്നു മഹേശ്വര സേവനം കലയതു കാലമനേക ഭയം ഭവാൻ തലയിൽ വിധിച്ചതു സമ്മതമായി വരും. നമസ്തേ. ഒരാളോടെ. കുലവുമകന്നു കുടുംബവുമങ്ങനെ മലയിലിരുന്നു മഹേശ്വര സേവനം കലയതു കാലമനേക ഭയം ഭവാൻ തലയിൽ വിധിച്ചതു സമ്മതമായി വരും. ഈ ശ്ലോകമൊക്കെ കാണുമ്പോഴാണ് ഒരുപക്ഷെ ഗുരുദേവൻ ശിവശതകം അവധൂത കാലത്താണ് എഴുതിയിരുന്നത് എന്ന് പറയുവാനായിട്ട് തോന്നുന്നത്. കാരണം കുലവും അകന്നു കുടുംബവും അങ്ങനെ മലയിലിരുന്നു മഹേശ്വര സേന. കുലം എന്ന് പറഞ്ഞാൽ സമൂഹം, അല്ലേ? ഇവിടെ കുടുംബം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുലം എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തെ ഉപേക്ഷിച്ചു. കുടുംബവും അങ്ങനെ, കുടുംബത്തെയും ഞാൻ ഉപേക്ഷിച്ചു. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്നിട്ട് എന്താ ചെയ്യുന്നത്? കുടുംബവും ഉപേക്ഷിച്ചു, കുലവും ഉപേക്ഷിച്ച് ഞാൻ എവിടെയായിരിക്കുന്നത്? മലയിൽ ഇരുന്ന് മഹേശ്വരന്റെ സേവനം ചെയ്യുകയാണ്, അല്ലെ? കലയതു കാലം അനേക ഭയം. കലയതു നടക്കട്ടെ. എന്ത് നടക്കട്ടെ? കാലത്തിന്റെ അനേകമായിട്ടുള്ള ഭയം, അല്ലേ? ആ ഭയങ്ങൾ എന്നെ ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ കാലത്തിന്റെ പോക്ക് നടക്കുന്നുണ്ട്, നടക്കട്ടെ എന്നാണ് കലയതു എന്ന വാക്കിന്റെ അർത്ഥം. ഭവാൻ, ഇനി എന്താ പറയുന്നത്? ഭവാൻ തലയിൽ വിധിച്ചത് സമ്മതമായി. ഭഗവാൻ എന്താണോ എൻ്റെ തലയിൽ വിധിച്ചിരിക്കുന്നത് അത് എന്താണെങ്കിലും സമ്മതമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, കുലവുമകന്നു എന്ന് പറയുമ്പോ അവിടെ അഹന്തയും മമതയും ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അഹം എന്നാൽ ഞാനെന്ന ബോധവും, മമത എന്ന് പറഞ്ഞാൽ എന്റേതെന്ന ബോധം. അതായത് ഞാൻ ഷൈനിയാണ് എന്ന് തോന്നലിനെയാണ് അഹന്ത എന്ന് പറയുന്നത്. മമത എന്ന് പറഞ്ഞാൽ എൻ്റെ
അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ആങ്ങള, എൻ്റെ പെങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എന്നിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരാൾ, മമത, എൻ്റെ എന്ന് പറയുന്നത്. ശരി, അപ്പോ കുലവും അകന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? എൻ്റെ ഐഡന്റിറ്റി ഞാൻ കാണിക്കുന്ന സ്ഥലമാണ് സമൂഹം. അപ്പൊ ആ സമൂഹത്തിനെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനി എന്താ ഉപേക്ഷിച്ചിരിക്കുന്നത്? കുടുംബം. കുടുംബം എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബം, ഞാൻ. കാരണം ഞാൻ എന്നെ പ്രതിഫലിച്ച് കാണുന്ന ഒരിടമാണ് എൻ്റെ കുടുംബം, അല്ലേ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എൻ്റെ കുടുംബം. അപ്പൊ ആ കുടുംബവും ഞാൻ ഉപേക്ഷിച്ചു. അതായത് അഹവും ഉപേക്ഷിച്ചു, മമതയും ഉപദേശിച്ചു. കാരണം ഇവ രണ്ടും ചേരുന്നതാണ് ഏറ്റവും വലിയ മോഹം എന്ന് പറയുന്നത്, അഹവും മമയും. അപ്പൊ ഇത് ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? സാധന ചെയ്യുകയാണ് ഇവിടെ. മലയിലിരുന്നു മഹേശ്വര പൂജ. കാരണം ഒരു ഭക്തൻ ഈശ്വരന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അവന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരണാഗതിയാണ്. എന്താണ് ശരണാഗതി? ശരണാഗതി എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവമില്ല, ഞാൻ എന്നത് ഭഗവാന്റെ ദാസനാണ് എന്ന ഉത്തമ ബോധ്യം ആ ഭക്തനുണ്ട്. ഒന്നും തന്നെ ഇല്ല, ഈശ്വരനാണ് സർവസ്വവും എന്ന ആ ഒരു ബോധം ഉള്ളതിനെയാണ് ശരണാഗതി. എന്ത് തന്നെ വന്നാലും എന്നെ ഈശ്വരൻ കാത്തുകൊള്ളും എന്ന ഉത്തമ ബോധ്യമുണ്ട് ആ വ്യക്തിക്ക്. അങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യുന്നു? മഹേശ്വരന്റെ സേവനം ചെയ്യുന്നു. അടുത്ത വാക്ക് നോക്കി, മഹേശ്വരൻ. മഹത്തിന്റെ ഈശ്വരനായിരിക്കുന്നവനെയാണ് മഹേശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മഹത്ത് എന്താണ്? പ്രപഞ്ച സൃഷ്ടിയിൽ ആദ്യമുണ്ടായ ഒരു പ്രതിഭാസമാണ് മഹത്ത്. പുരുഷനും പ്രകൃതിയും, സാംഖ്യ സിദ്ധാന്തം അനുസരിച്ച് പുരുഷൻ എന്നത് പുരുഷനും പ്രകൃതിയും, ത്രിഗുണങ്ങളുള്ള പ്രകൃതിയും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഈ പ്രപഞ്ചം. അപ്പൊ അവരുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മഹത്ത്. മഹത്ത് എന്നതാണ്, അതായത് പ്രപഞ്ചം, കോസ്മോസ്. ആ മഹത്തിന്റെ ഈശ്വരനായിരിക്കുന്നവനെ അല്ലെങ്കിൽ ആ ഈശ്വരനെ സേവിക്കുകയാണ്. അങ്ങനെ സേവിക്കുന്ന സമയത്ത് അനേകമായിട്ടുള്ള പ്രതിബന്ധനങ്ങൾ എനിക്കുണ്ടാകാം. അതാണ് കാലം അനേക ഭയം കലയതു. എങ്ങനെ വേണമെങ്കിലും എന്നെ പരീക്ഷിച്ചോട്ടെ, എൻ്റെ മനസ്സ് എങ്ങനെ വേണേലും എന്നെ പരീക്ഷിച്ചോട്ടെ, എൻ്റെ ചുറ്റുപാട് എങ്ങനെ വേണമെങ്കിലും എന്നെ പരീക്ഷിച്ചോട്ടെ. പക്ഷേ എന്താണ് എനിക്ക് സമ്മതമായിട്ടുള്ളത്? എനിക്ക് സമ്മതമായിട്ടുള്ളത് എൻ്റെ ഇഷ്ടദേവൻ, എൻ്റെ ഭഗവാൻ എന്താണോ എനിക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നത് അത് എനിക്ക് വന്നു ഭവിക്കുന്നത് സമ്മതമാണ്. പക്ഷേ പൊതുവെ നമ്മൾ പറയുന്നത് എന്താണ്? തലവര മാറ്റാൻ പറ്റുമോ എന്ന് പറയുന്നത് നമ്മളെന്താ പറയുന്നത്? നമ്മുടെ സിറ്റുവേഷനില് പൊതുവെയുള്ള നമ്മുടെ സിറ്റുവേഷൻ ഓപ്പോസിറ്റ് ആയിട്ട് പോകുമ്പോഴാണ് നമ്മൾ ചിന്തിച്ച രീതിയിൽ നമ്മുടെ ജീവിതം പോവാതിരിക്കുമ്പോൾ നമ്മൾ പറയാം, ഏതാണ്ട് വരാനുള്ള വഴി തങ്ങത്തില്ല, തലയിൽ വരച്ചതല്ലേ വരത്തുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇവിടെയും ഭക്തൻ പറയുന്നത് ഭഗവാന്റെ ഇച്ഛ എന്താണോ, ഭഗവാൻ എന്താണോ എനിക്ക് നല്ലതെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഒരു ഭക്തൻ ഈശ്വരനോട് പറയാണ്, നീ എന്താണ്? ഇപ്പൊ എനിക്ക് എന്ത് ദോഷം വന്നാലും ആരാണ് അതിന്റെ കാരണം? ഈശ്വരനാണ് കാരണം. ഞാൻ എന്നെ പൂർണ്ണമായിട്ടും ആർക്ക് സമർപ്പിച്ചു? ഭഗവാനെ സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യണം? എന്ത് എന്നെ ആലോചിച്ചാലും അത് എനിക്ക് നന്മയായിട്ട് വരുന്ന രീതിയിലേ ഭഗവാൻ ഇച്ഛിക്കുകയുള്ളൂ. കാരണം ഭഗവാൻ ആരാണ്? എൻ്റെ പിതാവാണ്, അല്ലേ? എന്നെ നയിക്കുന്നവനാണ്, എന്നെ സദാ നോക്കിക്കാണുന്നവനാണ്. അപ്പൊ ഭഗവാൻ എന്താണോ എനിക്ക് നന്മയായിട്ട് വരുന്നത് ആ രീതിയിലേക്ക് ഞാൻ ഉയരുവാൻ തയ്യാറാണ്. അക്സെപ്റ്റൻസ് എനിക്ക് ഉണ്ട്. എന്തു വന്നാലും ഞാൻ അതിനെ സ്വീകരിക്കുവാൻ തയ്യാറാണ്. കാരണം എന്താ? ഈശ്വരൻ തരുന്ന അനുഗ്രഹം ഈ നിർമ്മലമായ മനസ്സ് ഉണ്ടാക്കുവാൻ സാധ്യമാകുമെന്നത് ആ ഭക്തന് മനസ്സിലായി കഴിഞ്ഞു. ഈശ്വര സാന്നിധ്യം ഒന്നു മതി ഞാൻ ഈ അനുഭവിക്കുന്ന വേദനകളൊക്കെ എന്നിൽ നിന്നും അകന്നു പോകുവാൻ
സാധിക്കുമെന്നത് മനസ്സിലായി. ഓക്കെ, അപ്പൊ ആ ഒരു തോന്നലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുലവും അകന്ന് അഹം എന്ന ചിന്തയെ ഉപേക്ഷിച്ചു, കുടുംബവും അങ്ങനെ മമത എന്ന ചിന്ത ഉപേക്ഷിച്ച് ഇപ്പൊ ഞാൻ എവിടെ ഇരിക്കുകയാണ്? ഭഗവാന്റെ സേവനത്തിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാനെ, നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതെനിക്ക് നൽകുക. ഈ ഒരു ചിന്ത നമുക്കും ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈശ്വരനെ ചിന്തിക്കുന്നത്, എന്നിട്ട് ചോദിക്കുന്നത് ഭഗവാൻ നീ കാണുന്നില്ല എന്നാണ്. പക്ഷെ നമ്മൾ തിരിച്ചു ചോദിക്കുന്നില്ല നന്മ വരുമ്പോൾ, ഭഗവാനെ നീ എനിക്ക് ഈ അനുഗ്രഹം തന്നതിന് നന്ദി എന്നൊരിക്കലും നമ്മൾ പറയുന്നില്ല. അല്ലെങ്കിൽ ഈ അവസ്ഥ ഈശ്വരൻ തന്ന അനുഗ്രഹമാണ് എന്ന് നാം ചിന്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കാനും കൂടെ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്, ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നാം മനസ്സിൽ കൊണ്ട് നടക്കുക. കാരണം എന്ത് വന്നാലും, നന്മയായാലും ചീത്തയായാലും, അത് ഓൾറെഡി ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന ബോധം, എന്ന അറിവ്, എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. വകയറിയാതെ വലഞ്ഞിടുമെന്നെ നീ ഭഗവതിയോടൊരുമിച്ചെഴുന്നള്ളി വന്ന അകമുരുകുമ്പടി നോക്കിടുകുന്നു മകമൊരു നേരമെടുത്തു വരാതിനി. നോക്കാം, വകയറിയാതെ, ഒരു വക അറിയാതെ നമ്മൾ പറയാറുണ്ടല്ലേ, അല്ലെങ്കിൽ ചിന്തിക്കാൻ കെൽപ്പില്ലാതെ, ഇത് സത്യമാണ് ഇത് അസത്യമാണ് എന്ന തിരിച്ചറിവില്ലാതെ. എന്ന് വെച്ചാൽ എന്താണ്? ഒരു സാധകന് വേണ്ടുന്ന യോഗ്യത ഇല്ലാത്തവനായിരിക്കുന്ന ഞാൻ. അപ്പൊ സാധകന് വേണ്ടുന്ന യോഗ്യതകൾ എന്താണ്? ആത്മോപദേശ ശതകം പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? വിവേകം, വൈരാഗ്യം, ശമതമാദി ഷഡ്കസമ്പത്തി, മുമുക്ഷുത്വം എന്നീ 4 കാര്യങ്ങള് പഠിച്ചു. ഒരു സാധകൻ എങ്ങനെ ഇരിക്കണം എന്നത്. ഇവിടെ വകയറിയാതെ എന്ന് പറയുമ്പോ എനിക്ക് വിവേക ബുദ്ധി കുറഞ്ഞിരിക്കുന്നു. ഏതിലാണ് എൻ്റെ മനസ്സ് കൊണ്ടുവരേണ്ടത്, ഏതിലാണ് എൻ്റെ മനസ്സ് ഉപേക്ഷിക്കേണ്ടത്, ഉപേക്ഷ കാണിക്കേണ്ടത് എന്ന തിരിച്ചറിവില്ലാത്തത്. അപ്പൊ ആ തിരിച്ചറിവില്ലാതെ വരുന്നത് കൊണ്ട്, ഇല്ലാതെ വരുന്നത് കൊണ്ട് എന്തു പറ്റി? തെറ്റായ തീരുമാനങ്ങൾ, തെറ്റായ ചിന്താഗതികൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. അത് കാരണം വലയുകയാണ് ഞാൻ. വലഞ്ഞിടുമെന്നെ നീ എങ്ങനെ വരണം? ഭഗവതിയോട് ഒരുമിച്ചെഴുന്നള്ളി വരണം. ഭഗവതി ആരാണിവിടെ? പാർവതി ദേവിയോട് ഒത്തൊരുമിച്ച് എഴുന്നള്ളി വരിക എന്ന് പറയും. ആ പ്രൗഢിയോടെ എഴുന്നള്ളി വരണം. അപ്പൊ ഭഗവാൻ വരുന്ന സമയത്ത് അകം ഉരുകുമ്പടി, അകം ഉരുകുന്ന പറഞ്ഞാൽ മനസ്സ് അലിയുന്ന തരത്തില് ഒരു പടി നോക്കിയിടും. ഒന്ന് നോക്കണം എന്നെ. എന്നിട്ടോ ആ നോട്ടത്തിൽ എന്ത് സംഭവിക്കണം? അകം ഒരു നേരവും ഇനി ഈ വിഷയങ്ങളെ കുറിച്ചുള്ള, ഈ പാപചിന്തകളെ കുറിച്ചുള്ള ഒന്നും ഒരു നേരവും അടുത്തു വരാത്ത രീതിയിൽ നീ എന്നെ ഒന്ന് നോക്കണം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് സാധനാ ചതുഷ്ടയം ഒന്ന് നോക്കാം. എന്താണ് ഓർമ്മയുണ്ടോ? വിവേകം. വിവേകം എന്ന് പറഞ്ഞാൽ നിത്യ അനിത്യ വസ്തു വിവേകം ഉണ്ടാകുന്നതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. എന്താണ് സത്യം, എന്താണ് അസത്യം, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. ഓരോ സാധകനും ഉണ്ടാവണം. വൈരാഗ്യം. എന്താ വൈരാഗ്യം? ഇഹ അമുത്ര ഫലഭോഗ വിരാഗ. ഈ പ്രപഞ്ചത്തിലുള്ളതോ, ഈ പ്രപഞ്ചം കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ, ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന അവസ്ഥേനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വിവേകം, വൈര്യം, ശമതമാദി എന്ന് പറയുന്ന 6 ഗുണങ്ങളുണ്ട്. എന്താണ്? ക്ഷമ എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കുന്നത്,
ധമ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്, ഉപരതി എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ചു നിൽക്കുന്നത്, ശ്രദ്ധ എന്ന് പറയുന്നത് ഗുരുവിൻ്റെയും അതുപോലെ തന്നെ ശാസ്ത്രങ്ങളോടുമുള്ള വിശ്വാസം അല്ലേ. പിന്നെ ശ്രദ്ധ. സമാധാനം എന്ന് പറഞ്ഞാലോ, സമാധാനം എന്ന് പറഞ്ഞാൽ ഒരേ തലത്തിൽ മനസ്സിനെ നിയന്ത്രിച്ച് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ട്, ആരാണ്? തിതിക്ഷ. എന്തു തന്നെ വന്നാലും, സുഖമായാലും ദുഃഖമായാലും ഏത് തരത്തിലുള്ള വിപരീത അവസ്ഥ വന്നാലും എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടാവണം അല്ലേ. പിന്നെ അവസാനം മുമുക്ഷുത്വം. മുമുക്ഷുത്വം എന്താണ്? മോക്തുമിച്ഛ മുമുക്ഷുത. മോക്ഷം കിട്ടണം എന്ന ആഗ്രഹത്തിനെയാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു സാധകന് ഈ ഗുണങ്ങളെല്ലാം ഉണ്ടാവണം. ഈ ഒരു ഗുണങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതെല്ലാം ഇല്ലാതെ വരുന്ന അവസ്ഥേനെയാണ് ഭഗവാൻ വിളിച്ചിരിക്കുന്നത് എന്ത്? വകയറിയാതെ, തിരിച്ചറിവില്ലാതെ, വലഞ്ഞിടുമെന്നിനി. അങ്ങനത്തെ കാരണം ആ ഗുണങ്ങൾ എൻ്റെ അടുത്തില്ലാത്തത് കൊണ്ട് എന്ത് പറ്റി? എനിക്ക് ഇവിടെ കിടന്ന് അലയുവാനേ സാധിക്കുന്നു, തിരിച്ചറിവുണ്ടാകുവാൻ കഴിയുന്നില്ല. അതെങ്ങനെ ഇനി അതിലേക്ക് പെട്ടുപോകാതിരിക്കണമെങ്കിൽ എന്തുണ്ടാവണം? ഭഗവാന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാകും. അതാണ് ഭഗവതിയോട് എഴുന്നള്ളി വരാൻ പറഞ്ഞത്. കാരണം ഭഗവതി ആരാണ്? നമ്മുടെ അമ്മയാണ്, ജഗത് മാതാവാണ്. ഭഗവാൻ ജഗത് പിതാവാണ്. അപ്പോ മാതാപിതാക്കന്മാർ ഒരിക്കലും മക്കളുടെ ദോഷത്തെ ആഗ്രഹിക്കില്ല, അല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് കഷ്ടപ്പെടട്ടെ എന്ന് വിചാരിക്കത്തില്ല. ഈ ലോകത്തിൽ നമുക്ക് വാത്സല്യപൂർവമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നിർമ്മല മനസ്സായിട്ട് നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന രണ്ട് ഇതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മാതാവും പിതാവുമാണ്. അപ്പൊ ഇവിടെ സാധകൻ ആരെയാണ് മാതാവായിട്ട് എടുത്തിരിക്കുന്നത്? ഉമാദേവിയെയാണ്. പിതാവായിട്ട് എടുത്തിരിക്കുന്നത് ശിവഭഗവാനെയാണ്. അപ്പോ എൻ്റെ മാതാവും പിതാവും ഒരുമിച്ച് എഴുന്നള്ളി വന്നു കഴിയുമ്പോൾ തന്നെ എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യണം? എൻ്റെ ഉള്ളിലുള്ള ഈ തീ ഉണ്ടല്ലോ, ഈ വിഷമമാകുന്ന തീ ഉണ്ടല്ലോ, അതെങ്ങനെ അണയ്ക്കണം? അതടയ്ക്കാൻ കാരുണ്യ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം മതി. ആ ഒരു വാക്കുണ്ട്, അകമുരുകുമ്പടി. അകമുരുകുമ്പടി എന്ന് പറഞ്ഞാൽ ഈ ദോഷങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്ന രീതിയിൽ, അലിയിച്ചു കളയുന്ന രീതിയിൽ എന്നെ ഒന്ന് നോക്കണേ ഭഗവാനെ എന്ന പ്രാർത്ഥന അല്ലെ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാര് നമ്മുടെ അടുത്ത് വന്ന് നിന്ന് നമ്മൾ ഒരു നോക്ക് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നും അല്ലെ. ഏറ്റവും നമ്മൾ ബഹുമാനിച്ച് ആരാധിക്കുന്ന ഒരു വ്യക്തി നമുക്ക് സാധാരണമായിട്ട് അവർ നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു എന്തെന്നില്ലാത്തൊരു ഹർഷം, ഒരു സന്തോഷം നമുക്ക് തോന്നും. ആ അവസ്ഥയിൽ നിന്ന് എത്രയോ 10 മടങ്ങ് സന്തോഷമായിരിക്കും ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വന്ന് കുടികൊണ്ട് നമ്മുടെ ആ ദോഷഭാവത്തെ എല്ലാം മാറ്റി സത്വഭാവത്തിലേക്ക് ഉണർത്തുമ്പോൾ അല്ലെ. അപ്പൊ അകമുരുകുമ്പടി നോക്കിടുകൊന്നു നീ അല്ലെ. ഒന്ന് എന്നെ നോക്കുക. എന്നിട്ടോ എങ്ങനെ നോക്കണം? അഖം. ഇവിടെ അകം അഖം രണ്ട് വാക്ക് ശ്രദ്ധിക്കുക. അകം എന്ന് പറഞ്ഞാൽ ഉള്ള്, അഖം എന്ന് പറഞ്ഞാൽ എന്താണ്? അഴുക്ക്. അഴുക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദോഷം. അത് ഒരു നേരവും എൻ്റെ അടുത്ത് വരാതെ എന്നെ ഇനി വീണ്ടും ആ മുമ്പ് പറഞ്ഞ അവസ്ഥയുണ്ടല്ലോ, എപ്രകാരമാണ് പർവ്വതത്തിൽ നിന്നും പാറ വീഴുന്ന പോലെ എൻ്റെ മനസ്സ് താഴേക്ക് വീണത്, പാറക്കഷ്ണം വീഴുന്നത് പോലെ എൻ്റെ അവസ്ഥ, ആ അവസ്ഥയിലേക്ക് വീണ്ടും ഞാൻ പോകാതിരിക്കുന്ന തരത്തിൽ വീണ്ടും ഇനി എനിക്ക് തിരിച്ചൊരു യാത്ര അതിലേക്ക് എനിക്ക് ആവശ്യമില്ല. ഒരു നേരവും അടുത്തു വരാത്ത രീതിയിൽ എന്നെ ഒന്ന് നോക്കണേ എന്ന പ്രാർത്ഥനയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ. ഓരോ സാധകന്റെയും പ്രാർത്ഥന ഇതായിരിക്കണം. അടുത്ത ശ്ലോകം നമുക്ക് തുടങ്ങി വെക്കാം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന സാധിക്കില്ല. അതിലൊരാളൊന്ന് ചൊല്ലുക. അരുവയർ തന്നോടു കൂടിയോടിയാടി
തിരിവതിനി തിരിനേരവും നിനപ്പാൻ തരമണയാതെയുരുകിയൻ മനം നിൻ തിരുവടിയോടൊരുമിച്ചു ചേർത്തിടണം. എന്റെ മനസ്സ് എവിടെ ആയിരിക്കണം? നിന്റെ തിരുവടിയോട് ഒരുമിച്ചിരിക്കണം. എവിടെ ആയിരിക്കരുത്? അരുവയറ്, മനോഹരമായിട്ടുള്ള വയറോട് കൂടിയ. ആരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ സ്ത്രീ. അപ്പൊ ഒരു പുരുഷൻ സാധകനായിരിക്കുമ്പോൾ അവരുടെ കാമനകൾ കൂട്ടുന്നത് അല്ലെങ്കിൽ കാമന വിഷയം എന്ന് പറയുന്നത് സ്ത്രീയാണ്. സ്ത്രീ ആയിരിക്കുമ്പോൾ പുരുഷനായിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ അരുവയർ എന്ന് ഗുരുദേവൻ എഴുതിയിരിക്കുന്നത് സ്ത്രീകളെയാണ്. സ്ത്രീകൾ ചിന്തിക്കുമ്പോൾ പുരുഷന്മാരുടെ ഇതിൽ വരും. അരുവയർ തന്നോട് അവരോട് ആർത്തുല്ലസിച്ച്, കാമന ചേഷ്ടകളിൽ ആർത്തുല്ലസിച്ച്, ഒരു നേരവും ഇന്നിനെപ്പാൻ ഇനി എനിക്ക് തരം ഒരുക്കി തരരുത്. എന്റെ മനം എവിടെ ആയിരിക്കണം? എന്റെ മനം സദാ നിന്റെ തിരുവടിയിലായിരിക്കണം, നിന്റെ ചിന്തയിലായിരിക്കണം എനിക്ക്. കാരണം ഈ ചിന്തകളിലൂടെയൊക്കെ കടന്നു പോയി കഴിഞ്ഞാലുള്ള ദോഷം എനിക്കറിയാം. അതുകൊണ്ട് ഭഗവാനെ, കാമനകളിൽ വീണ്ടും എന്നെ തള്ളിവിടാതെ സദ്ബുദ്ധി നൽകി അനുഗ്രഹിക്കണം. വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെപ്പറ്റി ചിന്തിക്കാം. ടീച്ചറെ, സാധകന്റെ 6 ഗുണങ്ങളൊന്ന് പറഞ്ഞു തരുമോ? വിവേകം. 6 ഗുണങ്ങളല്ല, അതിനെ 4ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. വിവേകം, വൈരാഗ്യം, ക്ഷമ, ദമ, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം, മുമുക്ഷുത്വം. ഇവ പറഞ്ഞപ്പോ ഒത്തിരി ആയല്ലോ എന്ന് വിചാരിക്കരുത്. വിവേകം 1 പറയുമ്പോ നമ്മൾ 4 പറയുള്ളൂ. പക്ഷെ ഈ 3-മത്തേത് ഒരു കൂട്ടമാണ്. പറഞ്ഞുതരാം. വിവേകം എന്ന് പറയുന്നത് 1, വൈരാഗ്യം എന്ന് പറയുന്നത് 2, 3-മത്തേത് 6 ചേരുന്ന ഒരു കൂട്ടമാണ്. ശമ, ദമ, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം. ഇതൊരു കൂട്ടമാണ്. കാരണം ഇതിലൊന്നും നമുക്കൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. മനസ്സിനെ നിയന്ത്രിക്കണം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ സംജാതമാകുന്ന ഒരു കൂട്ടമാണ് ശമദമാദി ഷഡ്ക സമ്പത്തി. അതിനെ നമ്മൾ 3ആയിട്ട് കണക്കാക്കുന്നു. ലാസ്റ്റ് മുമുക്ഷുത്വം. മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ മോക്തുമിച്ഛ മുമുക്ഷത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും മോക്ഷം ലഭിച്ച് പോണം എന്ന ആഗ്രഹത്തിന്റെ അതിയായ ആഗ്രഹമാണ് മുമുക്ഷത്വം എന്ന് പറയുന്നത്. ഓക്കെ. വിവേകം, വൈരാഗ്യം, ക്ഷമ, ദമ, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം, മുമുക്ഷുത്വം. ഓക്കെ. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെപ്പറ്റി ചിന്തിക്കാം. ഓക്കെ, റെഡി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.